പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കുകയാണ്. നമ്മുടെ നാവിലേക്ക് വരുന്നത് ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. നമ്മുടെ പള്ളിയിൽ ഞാൻ കഴിഞ്ഞ പെസഹായ്ക്ക് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ പല രൂപങ്ങളുണ്ട്. നമുക്കെല്ലാം ഒരു അത്ഭുതം ചെയ്യുന്ന പുണ്യവന്മാരുണ്ട്, മാതാവുണ്ട്, അവസരപിതാവുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ പള്ളിയിൽ കുരിശുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തിരുന്നു കൊള്ളണം, നമ്മുടെ പള്ളിയിൽ ചുറ്റുമിരിക്കുന്നതെല്ലാം വെറും വസ്തുക്കളാണ്, വ്യഞ്ചരിച്ച വസ്തുക്കൾ. അവയ്ക്ക് അതിൽ തന്നെ ജീവനില്ല. ഇവിടെ ഏത് അത്ഭുതം പ്രവർത്തിക്കുന്ന രൂപങ്ങളുണ്ടെങ്കിലും അതിൽ തന്നെ ജീവനില്ല. എന്നാൽ നമ്മുടെ പള്ളിയിലെ മധ്യഭാഗത്തിരിക്കുന്ന സക്രായിരിക്കുന്ന ഈശോയ്ക്ക് അതിൽ തന്നെ ജീവനുണ്ട്. അതുകൊണ്ട് അതൊരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. പരിശുദ്ധ കുർബാന ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഒരാൾ വരികയും മറ്റെല്ലാ രൂപങ്ങളും പ്രതിരൂപങ്ങളുമാണ്. എന്നാൽ ഇതൊരു ആളാണ്, ജീവിക്കുന്ന ദൈവം ആണ്. അതുകൊണ്ടാണ് നാം നമ്മുടെ ദേവാലയത്തിൽ മധ്യഭാഗത്ത് തന്നെ സക്രാരി സ്ഥാപിച്ച് കെടാവിളക്ക് വെച്ച് ഏതൊരു വൈദികനെതിരെ പാസ് ചെയ്യുമ്പോൾ എല്ലാ ആളുകളെല്ലാം അവിടേക്ക് കുമ്പിടുന്നത്, ആരാധിക്കുന്നത്. കാരണം അവിടെ ജീവനുള്ള ഒരാളിരിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ ഒരു മെത്രാൻ വരുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ മെത്രാപ്പൊലീത്ത വരുന്നു എന്ന് കരുതുക. ഞങ്ങൾ കുറെ വൈദികർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഒരുമിച്ച് കുർബാന ചെയ്യുന്നു. ഈ മധ്യഭാഗത്ത് ആര് നിൽക്കും? ഞാൻ പറയുകയാണ്, മധ്യഭാഗത്ത് ഞാൻ മെത്രാപ്പൊലീത്ത സൈഡിൽ നിന്ന് കുർബാന ചെയ്യാമെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ ആ മധ്യഭാഗം കൊടുക്കുന്ന പ്രാധാന്യം കാണിക്കാനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ സക്രാരി നമ്മുടെ ദേവാലയത്തിൽ മധ്യഭാഗത്ത് വെച്ചുകൊണ്ട് നാം വണങ്ങുന്നത്. കാരണം ബാക്കിയുള്ളതെല്ലാം രൂപങ്ങളും പ്രതിരൂപങ്ങളും, മധ്യഭാഗത്ത് സ്രഷ്ടാവായ ദൈവം ഇരിക്കുന്നു. ആ ബോധ്യം നമുക്കുണ്ട്. ജീവനുള്ള ഒരു ദൈവം നമ്മുടെ ദേവാലയത്തിലുണ്ട്. ആ ദൈവം ഇരിക്കുന്നു ഈ ദേവാലയത്തിൽ. അങ്ങനെ ഒരു വ്യക്തി, ആ വ്യക്തിയാണെന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ആ അവബോധം കുർബാന സ്വീകരിക്കുന്ന എല്ലാവർക്കും വേണം. ഈ കുട്ടി ഇന്നിപ്പോ ഇവിടെ വായിച്ച ലേഖനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സഭയില് വിശുദ്ധ ലിഖിതങ്ങളില് ഒക്കെ എഴുതാൻ തുടങ്ങി. ആദ്യം സ്ലീഹന്മാര് പ്രസംഗിച്ചു, അത് കേട്ടവർ കുറെ പേര് അത് എഴുതി, സ്ലീഹന്മാരിൽ ചിലർ അത് എഴുതാൻ തുടങ്ങി. അങ്ങനെ ആദ്യം എഴുത്തു തുടങ്ങിയ ആള് പൗലോസ്ലീഹയാണ്. പൗലോസ്ലീഹ ആദ്യം കൊറീന്ത്യർക്ക് എഴുതിയൊരു ലേഖനം. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ട കാര്യങ്ങൾ മറക്കരുത്. പൗലോസ്ലീഹ പറഞ്ഞു, എന്റെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും അവൻ എന്നെ ഭരമേൽപ്പിച്ചതുമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം. ഒരു കാര്യം, എന്നെ ഭരമേൽപ്പിച്ച കാര്യം, എന്നെ ഉത്തരവാദപ്പെടുത്തിയ കാര്യം, എല്ലാ കാര്യങ്ങളല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് അവസാന അത്താഴ നാളിൽ അവൻ അപ്പം എടുത്തിട്ട് എന്റെ ശരീരം എന്ന് പറഞ്ഞു, വീഞ്ഞെടുത്തിട്ട് എന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവന്റെ ശരീരവും രക്തവുമായിട്ട് മാറി. അതുകൊണ്ട് മക്കളെ, ഇനി സൂക്ഷിക്കണം നിങ്ങള്. അയോഗ്യതയോടെ ആരെങ്കിലും ഈ അപ്പം ഭക്ഷിക്കുകയോ ഈ രക്തത്തിൽ നിന്ന് പാനം ചെയ്യുകയോ ചെയ്താൽ അവൻ തന്റെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈശോയുടെ ശരീരം എങ്ങനെയാണ് ശിക്ഷാവിധിക്ക് കാരണമാകുന്നത്? നാം ബൈബിളിൽ കാണുന്നുണ്ട്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നിങ്ങളിൽ ഒരുവനെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു. പല സ്ത്രീകന്മാരെ എനിക്ക് ഞാനാണോ എന്ന് ചോദിച്ചത്. കുമ്പസാരിക്കാൻ, പാപം ഏറ്റുപറയാൻ ഒരു അവസരം യൂദാസിന് ഈശോ നൽകി. പക്ഷെ യൂദാസ് കുമ്പസാരിച്ചില്ല. കർത്താവിന് ഞാനാണ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാൻ യൂദാസിന്റെ ഈഗോ സമ്മതിച്ചില്ല. കാരണം തൊട്ടു മുമ്പിൽ ഇരിക്കുന്നവൻ എന്റെ മനസ്സറിയാം, എന്റെ ഹൃദയത്തിലേക്ക് അവന്റെ കണ്ണുണ്ടെന്നുള്ള വിശ്വാസത്തിന്റെ കാഴ്ചപ്പാട് യൂദാസിനുണ്ടായില്ല. യൂദാസ് രക്ഷപ്പെടാനായിട്ട് നോക്കി. ആ കുമ്പസാരക്കൂടിനെ നമ്മുടെ ചില ആളുകൾ പാപം മറച്ചു വെച്ച് കുമ്പസാരിക്കില്ലേ, അതുപോലെ യൂദാസിനെ കള്ള കുമ്പസാരം നടത്തി മറച്ചു വെച്ചു. എല്ലാ സ്ത്രീമാരോടൊപ്പം ഞാനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ കർത്താവ് അവന് മാനസാന്തരത്തിന് ഒരു അവസരം കൊടുക്കണം. ആ
ആരുടെ കയ്യിൽ അപ്പം മുക്കി ആദ്യം ആർക്ക് കൊടുക്കുന്നുവോ, കുർബാന സ്ഥാപിച്ചിട്ട് ആദ്യ കുർബാന സ്വീകരണമാണ്. ഞാൻ അപ്പം മുക്കി അത് ആർക്ക് കൊടുക്കുന്നുവോ ആദ്യം കൊടുക്കുന്നവൻ എന്നെ ഒറ്റി കൊടുക്കും. എടാ, നിന്റെ കയ്യിലിരിപ്പ് ഞാനൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈശോ പറഞ്ഞ വാക്കാണത്. അവസാന ശ്രമം അവനെ രക്ഷിക്കാൻ. എന്നിട്ടും വീടില്ല. ആ കുർബാന സ്വീകരിച്ച് തന്നെ പോയി. കുംഭസാരിക്കാതെ, ഒരുക്കമില്ലാത്ത ഒരാത്മാവിൽ കുംഭസാരമില്ലാതെ കുർബാന സ്വീകരിച്ചിട്ട് യൂദാസ് പോയി. അവിടെയാണ് നാം ദുഃഖകരമായ കാര്യം ബൈബിളിൽ പറയുന്നത്. അവൻ പുറത്തേക്ക് പോയി. പുറത്ത് അന്ധകാരമായി, ഇരുട്ടിന്റെ സന്തതി ഇരുട്ടിൽ പോയി ജീവിച്ചു. അവൻ ഇരുട്ടിലേക്ക്. കുംഭസാരമില്ലാതെ ഒരുങ്ങാതെ കുർബാന സ്വീകരിക്കുക, ഗൗരവബുദ്ധിയില്ലാതെ കുർബാന സ്വീകരിക്കുക, അതാണ് യൂദാസ് ചെയ്ത പാപം. അതിന്റെ റിസൾട്ടാണ് സൂയിസൈഡ്. അയാൾ ആത്മഹത്യ ചെയ്തു. കാരണം ചെയ്ത തെറ്റ് കുംഭസാരിച്ചില്ല, യോഗ്യതയോടെ കുർബാന കൈക്കൊണ്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആത്മഹത്യ സംഭവിക്കുമായിരുന്നില്ല. ആദ്യം ദൈവത്തെ ആത്മാവിൽ കൊന്ന മനുഷ്യൻ തന്റെ ആത്മാവിനെ കഴുമരത്തില് കയറിൽ വെട്ടിത്തൂക്കിക്കൊന്നു. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടു. എന്നിൽ വിശ്വസിക്കുന്നവൻ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവന്റെ അപ്പം മലിനമായ തിന്മയായി ആ ബൈബിൾ പറയുന്നതനുസരിച്ച് അപ്പം ഭക്ഷിച്ച മാത്രയിൽ, അപ്പം ഭക്ഷിച്ചപ്പോൾ തന്നെ സാത്താൻ അവനിലേക്ക് കയറി. അവൻ പുറത്തേക്ക് പോയി. അപ്പൊ പരിശുദ്ധ കുർബാനയായിട്ട് മാറി. പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നത് നമുക്ക് ചെയ്യാൻ ഏറ്റവും വലിയ പാപമാണ്. അതുകൊണ്ടാണ് ഞാൻ ചില പട്ടണങ്ങളിലെ പള്ളികളിലായിരുന്നപ്പോഴ് ഇതുപോലുള്ള അവസരങ്ങളിൽ അവിടെ ചിലരെ ആളുകൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ വോളണ്ടിയേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചിലരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. എന്താണ്, ചിലർ കൈ നീട്ടി അപ്പം മേടിക്കും, എന്നിട്ട് തിന്നണോ കാണിക്കും. പക്ഷെ തിന്നാതെ നേരെ പോക്കറ്റിലേക്ക് ഇടും. ആ അപ്പം കൊണ്ടുപോയി ചാത്തൻ സേവക്കാർക്ക് വിറ്റ് കഴിഞ്ഞാൽ 25,000 രൂപ 50,000 രൂപ കിട്ടും. കാരണം കോൺസെൻട്രേറ്റ് ചെയ്ത അപ്പം, കൂതാശ ചെയ്യപ്പെട്ട അപ്പം, അതിനെ അവഹേളിച്ചാൽ പിശാചിന് സന്തോഷമാവുമെന്ന് ചാത്തൻ സേവ നടത്തുന്നവർക്കറിയാം, ബ്ലാക്ക് മാസ് നടത്തുന്നവർക്കറിയാം. പരിശുദ്ധ കുർബാന അവഹേളിക്കുകയാണ് പിശാചിന്റെ ശക്തി കൂട്ടാനുള്ള ഏറ്റവും വലിയ എളുപ്പ വഴിയെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ നമ്മുടെ സംഗീതത്തിലിരിക്കുന്ന ഒരപ്പവും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ചാത്തൻ സേവയുടെ കർമ്മം നടത്തുന്നവർക്കറിയാം അതിനൊരു ഔറ ഇല്ല, അതിന് വിശുദ്ധി ഇല്ല, അതിന് ജീവനില്ല, അത് വ്യക്തിയല്ല, വസ്തുവാണെന്ന് അവർക്കറിയാം. അതിന് പൈസ കൊടുക്കുകയല്ല. എന്നാൽ പള്ളിയിൽ കൂതാശ ചെയ്യപ്പെട്ട അപ്പത്തെ ഡെസക്രേറ്റ് ചെയ്യുക ഇന്ന് സത്യത്തിൽ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രമാണത്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വിശുദ്ധ കുർബാന സ്വീകരണത്തെ അവഹേളിപ്പിക്കാൻ, ദൈവത്തിന്റെ ക്രമം തെറ്റിച്ച് കളയാൻ, നമ്മിലെ ഈശോ മരിക്കാൻ, കുർബാന സ്വീകരിക്കുന്ന മാത്രയിൽ നമ്മിൽ പൈശാചി ഉണർന്നു വരാൻ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രമാണ് കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ നടക്കുന്ന എല്ലാ വിവാദങ്ങളും. കാരണം കുർബാനയാവാൻ യോഗ്യതയുള്ള കുർബാന സ്വീകരിക്കാൻ എന്താ വേണ്ടത്? കാരണം നമസ്കാരത്തിന്റെ സഭ അവിടെ എന്ത് പറയുന്നുണ്ട്? ബൈബിൾ എന്ന് പറഞ്ഞ ഈശോ പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് വിരോധമുണ്ടെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്ന പക്ഷം നിങ്ങളുടെ കാഴ്ചവസ്തോടെ വെച്ചിട്ട് പോയി സഹോദരന്മാരെ രമ്യപ്പെടുക. അതിനുശേഷം വന്ന് നീ കുർബാന അർപ്പിക്കുക, ബലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമായ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകി നിത്യജീവനില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിശുദ്ധ യോഹന്നാനിലേക്ക് എഴുതി, വെറുപ്പ് നിറഞ്ഞ കൊലപാതകയുടെ രക്തക്കറയുള്ള ഹൃദയത്തിലേക്ക് തിരുവോസ്തിയിട്ടാൽ ആ തിരുവോസ്തിക്ക് ശക്തിയില്ലാതെയോ ഈശോ അവഹേളിക്കപ്പെടും, തിന്മ ശക്തമാവും. ഉദാഹരണത്തിന് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ല ഒരു പായസം തരികയാണെങ്കിൽ പാല് തിളപ്പിച്ച നല്ല പാല് തരാനാണ് നിങ്ങൾക്ക് കുടിക്കാൻ, ആരോഗ്യം കിട്ടാൻ. പക്ഷേ അത് കൊണ്ടുവന്ന ഗ്ലാസ് ഇന്നലെ ഏതെങ്കിലും മൃഗത്തെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച വിഷം കലക്കിയ ഗ്ലാസ് ആയിരുന്നു. അത് കഴുകാതെയാണ് ഈ പാല് നിങ്ങൾക്ക് തരാൻ വേണ്ടി ആ ഗ്ലാസ്സിൽ പാലൊഴിച്ച് തന്നത്. പാല് പരിശുദ്ധമാണ്, ജീവനുള്ളതാണ്, നമ്മെ ശക്തിപ്പെടുത്താൻ, ഓജസ് ചെയ്യാനും നമ്മെ
നമുക്ക് ആരോഗ്യം തരാൻ ശക്തിയുള്ളതാണ് പാല്. പക്ഷെ എടുത്ത പാത്രത്തിൽ വിഷമുണ്ടായിരുന്നു. ആ വിഷത്തിൽ ഒഴിച്ച പാല് നിങ്ങൾ കുടിച്ചാൽ അത് നിങ്ങൾക്ക് ജീവൻ തരും, മരണം തരും. അതുപോലെയാണ് പരിശുദ്ധ കുർബാന ജീവന്റെ അപ്പമാണ്. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ യൂദാസിൽ സംഭവിച്ചതുപോലെ സാത്താനിൽ പ്രവേശിക്കാനും സാത്താനെ ശക്തിപ്പെടാനുമുള്ള ഒരവസരമായി കുർബാന സ്വീകരണം മാറരുത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആത്മശോധന ചെയ്യാതെ അയോഗ്യതയോടെ ആരെങ്കിലും ഈ അപ്പത്തിൽ ഭക്ഷിച്ചാൽ അവൻ തന്റെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ ചിലർ അതുമൂലം മരിച്ചിരിക്കുന്നു. ആത്മാവ് മരിച്ചവര്, ശരീരം മരിച്ചിട്ടില്ല, പക്ഷെ ആത്മാവ് മരിച്ചുപോയി. ദൈവത്തെ ഹത്യ ചെയ്തവര്, കർത്താവിനെ ക്രൂശിച്ചവര്, അങ്ങനെ ദൈവീക ജീവൻ നഷ്ടപ്പെടുത്തിയവര്, ഈ ദുരന്തം നമുക്കുണ്ടാവരുത്. അതുകൊണ്ട് ഇന്നലെ നിങ്ങളൊക്കെ കുമ്പസാരിച്ചു, പേപ്പറിൽ എഴുതി ഒക്കെ നന്നായിട്ട് കുമ്പസാരിച്ചു. ഇനി പാപം ചെയ്തു എന്ന് വരുമ്പോൾ പോയി കുമ്പസാരിച്ചു കൊള്ളണം. നമ്മളെല്ലാം ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നേരം വൈകുന്നേരം വരുന്ന വഴിയിൽ ഇറങ്ങി നടക്കുമ്പോൾ കുറെ പൊടി പടലങ്ങൾ നമ്മുടെ ശരീരത്തിൽ പെടും. വൈകുന്നേരം നാം കുളിക്കുകയാണ്, പിന്നെയും നാം യാത്ര തുടരുകയാണ്. നേരം വെളുക്കുമ്പോൾ യാത്ര തുടരുന്നു, കുറെ പൊടി പടലങ്ങൾ പിടിക്കുന്നു, വൈറസ് വരുന്നു, ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ വരുന്നു, വീണ്ടും നാം കുളിക്കുന്നു. കുളിച്ച് നാം ജീവിക്കുന്നു. പാപം മോചിപ്പിക്കാൻ സ്ഥാപിച്ച അത്ഭുതമാണ് കുമ്പസാരക്കൂട്. അത് മറന്നു പോകരുത്. അതാണ് ഈ ഇന്ന് വിശുദ്ധമായ കുർബാന സ്വീകരിച്ചതിന് ശേഷം അശുദ്ധമായിട്ട് ജീവിക്കാതിരിക്കാൻ, കുർബാന യോഗ്യതയോടെ സ്വീകരിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഉപാധി, രക്ഷപ്പെടാനുള്ള ജീവന്റെ ഉപാധി. സ്നേഹമുള്ളവരെ, സാധാരണ ഒരാഴ്ചയൊക്കെ കുട്ടികൾ ആദ്യ കുർബാന കൊടുക്കുന്ന പല പള്ളികളിലും, എന്നാൽ ഒരു മാസമായി നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഒരുക്കുകയായിരുന്നു. ചില കുഞ്ഞുങ്ങളുടെ ഗൗരവബുദ്ധിയിലായിരുന്നു, ചില കുഞ്ഞുങ്ങളുടെ കുട്ടികളി മാറിയിട്ടില്ല, അവർക്ക് ഗൗരവബുദ്ധിയില്ല. അങ്ങനെ ഉള്ള കുട്ടികളെ നാം പ്രത്യേകം ശ്രദ്ധിച്ചു, അവരെ വളരെ കാര്യമായിട്ട് ഒരുക്കി. ഇനി നാം ഓർക്കണം, ഈ കുഞ്ഞുങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ നവമാധ്യമങ്ങൾ വളർന്ന മദ്യപാനവും ഡ്രഗ്സും കഞ്ചാവും മറ്റും ഒക്കെ അരങ്ങ് തകർക്കുന്ന ഒരു ലോകത്തിലേക്കാണ്. മാതാപിതാക്കൾ ഒരു കാര്യം ഓർത്തിരുന്നോളാണ്, ഈ കുട്ടികളെ പറ്റി നമുക്ക് സ്വപ്നങ്ങളുണ്ട്. ഇവര് നമുക്ക് തണലാവുമെന്നൊരു ചിന്തയുണ്ട്. ഓർത്തിരുന്നുള്ളത്, ഇവർ നമുക്ക് തണലാവാൻ ഒരൊറ്റ വഴിയുള്ളൂ, ദൈവത്തോട് ചേർന്ന് നിർത്ത്. വൈകുന്നേരം നീ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുന്ന ഒരു മാതാപിതാക്കളുണ്ടാവും, അപ്പനുണ്ടാവും. മദ്യപിക്കാതെ കുടുംബത്തിൽ വരുന്ന കാരണന്മാരുണ്ടാവും. നമ്മുടെ മക്കളുടെ കണ്ണീരെന്താണ്? മദ്യപിച്ച് നടത്തുന്നവരെങ്കിൽ ഇന്ത്യയിലില്ല, നാട്ടുകാരുടെ അവഹേളിതമായിട്ട് നടത്തുന്നവര് അപ്പനെ പറ്റി അവർ ചിന്തിക്കുകയാണ്. മനസ്സിൽ മുറിവേറ്റ് നടക്കുന്ന കുറെ കുഞ്ഞുങ്ങള്. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങാത്തൊരു കുടുംബം, നേരം വെളുക്കുമ്പോൾ നീ പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞ് കാണുന്നവര്, അതാ വേണ്ടത്. അങ്ങനെ മക്കളെ വളർത്തിയാൽ എല്ലാ കാലത്തും അവർ തണലായിട്ട് മാറും. ദൈവത്തെ മറന്ന ഒരു കുഞ്ഞും നമ്മുടെ കുടുംബത്തിൽ വളരരുത്. ഈ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ഈശോയെ സ്വീകരിച്ച് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരികയാണ്. ആ കുഞ്ഞിൽ കത്തി നിൽക്കുന്ന ആത്മീയ ജീവൻ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട് കെട്ട് കളയിപ്പിക്കരുത്, നഷ്ടപ്പെട്ട് കളയരുത്. പ്രാർത്ഥനയില്ലാത്ത തിന്മ നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ ആ നാളം പിടിച്ചു നിൽക്കില്ല. അത് അടുത്ത കാറ്റിൽ തന്നെ പെട്ടെന്ന് കെട്ടുപോകും, കരിന്തിരി കത്തും. ഇന്ന് ഈ കുട്ടികൾ കത്തിച്ച തീ, കരിന്തിരി കത്തി നമ്മുടെ കുടുംബത്തിൽ അസ്തമിച്ചു പോകരുത്. ദൈവത്തിന്റെ മുമ്പിൽ നാം അതിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. കണക്ക് കൊടുക്കേണ്ടത് മക്കൾക്ക് നല്ല വസ്ത്രം കൊടുക്കാത്ത വിദ്യാഭ്യാസം എന്തെങ്കിലും അതിന്റെ പേരില്ല, ഈ ആത്മാവിനെ വീട്ടിലിട്ട് കൊന്നതിന്റെ പേരിൽ. ചില കാരണന്മാർ ഇന്നും കണ്ണീര് കുടിച്ച് നടക്കുന്നുണ്ട്, വയറ്റിലിട്ട് കൊച്ചിനെ കൊന്നു എന്നതിന്റെ പേരിൽ. അതുപോലെ ഒരു കത്തിയാണ് നിങ്ങളുടെ കുടുംബത്തിട്ട് കൊച്ചിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നത്. ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിച്ചു കൊള്ളണം. ഇതിനുശേഷം ഈ കുട്ടികളുടെ ജീവിത വളർച്ചയെ ഇന്ന് കല്യാണമായിട്ട് അലങ്കാരമായിട്ട് നടത്തുന്നത് മാത്രമേ നിലനിൽക്കുന്ന ഒരു സന്തോഷം വേണം. അതിനുവേണ്ടി ആ രീതിയിൽ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ മാറട്ടെ, പ്രാർത്ഥന മാറട്ടെ.
ഇനി 2 ആഴ്ച കുട്ടികൾ ഒന്നുകൂടി കുമ്പസാരിക്കും. പന്തക്കോസ്ത് പെരുന്നാളിന്റെ അന്ന് നിങ്ങൾക്ക് സ്ഥൈര്യലേപനം തരും. അതെന്തിനാണ്? വീണ്ടും സ്ഥൈര്യലേപനത്തെ പറ്റി അതിന്റെ ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയി കൊടുക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിങ്ങൾ ആരംഭിച്ച യേശുവുമായിട്ട് അനുരഞ്ജിതമായ ജീവിതം തുടരാനുള്ള സാഹചര്യം നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ദൈവം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.